Good morning all. Today we are going to discussing about building planning and drawing BPD basics. ഒരു ബിൽഡിംഗ് പ്ലാനിങ് ആൻഡ് ഡ്രോയിങ്ങിൻ്റെ ബേസിക്സ് ആണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സബ്ജക്റ്റ് കോഡ് അറിയണത് 3014 നമ്മൾ ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ ബേസിക് ആയിട്ട് ഡ്രോയിങ്സ് ഇപ്പോൾ നിങ്ങൾ ഗ്രാഫിക്സ് കഴിഞ്ഞവരാണ് ലെറ്ററിങ്ങും അതുപോലെ തന്നെ ഡയമെൻഷനിങ്ങും ഒക്കെ നിങ്ങൾ ഗ്രാഫിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ എൻ്റർലി സിവിൽ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സിൻ്റെ ബേസിക്സ് ആണ്. ഇപ്പോൾ ഡോറ്, വിൻഡോ, അതുപോലെ തന്നെ വാട്ടർ ഫീച്ചേഴ്സ്, പ്ലംബിംഗ് വർക്കൊക്കെ ഇതിൻ്റെയൊക്കെ സൈന്, കൺവെൻഷണൽ സൈൻസ് എങ്ങനെയാണ് നമ്മൾ ഇതിനൊക്കെ ഡിനോട്ട് ചെയ്യുക, എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് ഷീറ്റിൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ബേസിക്സ് എന്ന് പറയണത്. ഓക്കെ, പിന്നെ എനിക്കറിയാം ഡ്രോയിങ് ഷീറ്റിൻ്റെ മാർജിനും ബോർഡേഴ്സും കാര്യങ്ങളൊക്കെ അറിയുണ്ടാവും. അതുപോലെ ബോട്ടത്തിലൊരു ടെക്സ്റ്റ് ബ്ലോക്ക് ഉണ്ട്. നമ്മൾ ടെക്സ്റ്റ് നെയിം ഒക്കെ എഴുതുന്ന ടെക്സ്റ്റ് ബ്ലോക്ക് ഉണ്ട്. അതിൻ്റെ ഫിഗർ വേണമെങ്കിൽ ഞാൻ ഒന്ന് അറ്റാച്ച് ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, എങ്ങനെയാണെന്നുള്ളത് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതൊന്ന് നോക്കുക, അതുപോലെ തന്നെ എഴുതുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് 4 മൊഡ്യൂൾസ് തന്നെയാണ് BPDക്ക് ഉള്ളത്. BPD ഒരു വെറും തിയറി പേപ്പർ മാത്രമല്ല, ഡ്രോയിങ് കൂടെയാണ്. നിങ്ങൾക്ക് എക്സാമിന് തിയറി എഴുതാനുള്ള പേപ്പറും ഉണ്ടാവും, അതുപോലെ തന്നെ ഡ്രോയിങ്സ് വരയ്ക്കാൻ ഷീറ്റും ഉണ്ടാവും. അങ്ങനെയാണ് ബിൽഡിംഗ് പ്ലാനിങ് ആൻഡ് ഡ്രോയിങ് വരൽ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ബിൽഡിങ്ങിൻ്റെ കമ്പോണൻസിനെ പറ്റിയിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇതിൽ നോക്കുക, കമ്പോണൻസ് ഓഫ് എ ബിൽഡിംഗ്. ഒരു ബിൽഡിംഗ് വരച്ചിട്ട് കുറേ കമ്പോണൻസ് അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലത്തെ ബിൽഡിങ്ങിന് യൂസ് ചെയ്യുന്ന കോമൺ മെറ്റീരിയൽസ് ബ്രിക്ക്, സ്റ്റോണ്, കോൺക്രീറ്റ്, ടിമ്പർ, മെറ്റൽ, അതൊക്കെ നമ്മൾ CMEയിൽ പഠിച്ചു. അതുപോലെ ഇനി ഫൈബർ, പ്ലാസ്റ്റർ, പ്ലൈവുഡ്, പ്ലാസ്റ്റിക്, ആസ്പെറ്റോസ്, ഇതൊക്കെ ഇനി പഠിക്കാൻ വരുന്നുണ്ട്. പ്ലാസ്റ്റിക്കും ആസ്പെറ്റോസൊക്കെ നമ്മൾ CMEയിൽ പഠിക്കുന്ന ഒരുവിധ മെറ്റീരിയൽസും കാര്യങ്ങളും ഒക്കെ CMEയുടെ 4th മൊഡ്യൂൾ കംപ്ലീറ്റ് നമ്മളെ ബിൽഡിംഗ് പ്ലാനിങ് BPDയിൽ വരുന്ന തിയറീസാണ്. ഓക്കെ, ദെൻ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് വെച്ചാൽ ഒരു ബിൽഡിങ്ങിനെ ക്രോസ് ചെയ്ത് സെക്ഷൻ കട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യൂ ആണ് കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്, ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ കാണുന്നത്. ഒരു 3Dൻ്റെ പോലെയാണ്. ഇതിൽ സീലിംഗ് ഉണ്ട്, വിൻഡോ ഉണ്ട്, പ്ലിന്ത്, ഫൗണ്ടേഷൻ, അങ്ങനെ ഒരുപാട് കമ്പോണൻസ് എഴുതിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കറക്റ്റ് ആ സെക്ഷൻ വ്യൂ, ഒരു 2 ഡയമെൻഷണൽ വ്യൂവിൽ ഓരോ കമ്പോണൻസും എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു തരാം. ഇതാണ് 2Dയിലുള്ള സെക്ഷൻ കട്ട് ചെയ്ത വ്യൂ. നമുക്ക് മെയിനായിട്ട് ബിൽഡിംഗ് കമ്പോണൻസിനെ 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് സൂപ്പർ സ്ട്രക്ചറും 2 സബ് സ്ട്രക്ചറും. സൂപ്പർ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ട് ലെവലിൻ്റെ മുകളിലേക്കുള്ള എല്ലാ കമ്പോണൻറ്റ് പാർട്സും, അതായത് പ്ലിന്ത് മുതൽ നമ്മളെ ബേസ്മെൻറ്റ് തറ തൊട്ടിട്ട് പാരപ്പറ്റ് ഏറ്റവും ടോപ്പ് വരെയുള്ള കമ്പോണൻസ് ഫുള്ള് സൂപ്പർ സ്ട്രക്ചറിലാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഞാൻ ഈ ഒരു ഫിഗറിൽ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇനി ഗ്രൗണ്ട് ലെവലിൻ്റെ താഴത്തേക്കുള്ള ഫൗണ്ടേഷൻ, അത് സബ് സ്ട്രക്ചറാണ്. അതായത് ഗ്രൗണ്ട് ലെവലിന് താഴേക്കുള്ള സ്ട്രക്ചറിനെ നമ്മൾ സബ് സ്ട്രക്ചർ എന്നും ഗ്രൗണ്ട് ലെവലിന് മുകളിലേക്കുള്ള കമ്പോണൻസിനെ സൂപ്പർ സ്ട്രക്ചർ എന്നും പറയും. ഓക്കെ, ഇവിടെ ഫിഗറിൽ നോക്കുക, അവിടെ ഗ്രൗണ്ട് ലെവലിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ലൈൻ ഇട്ടിട്ട്. അവിടെയാണ് ഗ്രൗണ്ട് ലെവൽ. ആ ഗ്രൗണ്ട് ലെവലിന് മുകളിലേക്കുള്ള ബാക്കി എല്ലാ കമ്പോണൻസും സൂപ്പർ സ്ട്രക്ചറാണ്. ആ ഗ്രൗണ്ട് ലെവലിൽ നിന്നിട്ട് ലൈനിൻ്റെ താഴത്തേക്ക് വരുന്ന ഫൂട്ടിങ് എന്ന് പറയുന്നത് ഫൗണ്ടേഷനാണ്. നമ്മളെ ബേസ്മെൻറ്റിന് തറയുടെ താഴെ നമ്മൾ ഫൗണ്ടേഷനാണ് ആദ്യം കെട്ടുക. മണ്ണ് എടുത്ത് മാറ്റിയിട്ട് ഇവിടെ ഫൗണ്ടേഷൻ കെട്ടിയിട്ടാണ് പിന്നെ തറ കെട്ടുക. ആ ഫൗണ്ടേഷൻ മാത്രം സബ് സ്ട്രക്ചറാണ്. ഓക്കെ, നമ്മൾ ബിൽഡിങ്ങിൻ്റെ സൂപ്പർ സ്ട്രക്ചറിൻ്റെ മുകളിൽ നിന്ന് വരുന്ന കംപ്ലീറ്റ് ലോഡും സോയിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഫൗണ്ടേഷൻ വഴിയാണ്. ഫൗണ്ടേഷൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് തന്നെ നമുക്ക് മാക്സിമം സ്ട്രെങ്ത്ത്, ഒരു ബിൽഡിങ്ങിൽ വരുന്ന എൻ്റയർ ലോഡും ക്യാരി ചെയ്യുന്നത് ഫൗണ്ടേഷനിലേക്കാണ് എത്തുന്നത്. ഫൗണ്ടേഷനിൽ നിന്ന് നേരെ സോയിലിലേക്കാണ് അത് പോവുക, സോയിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെയാണ് ഒരു ബിൽഡിങ്ങിന് ഒരു മൂവ്മെൻ്റ് ഇല്ലാതെ അവിടെ തന്നെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാൻ അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നത് ഫൗണ്ടേഷനാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ഫിഗറിൽ ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു സൂപ്പർ സ്ട്രക്ചറിന്. അപ്പോൾ ആ സൂപ്പർ സ്ട്രക്ചർ കമ്പോണൻസ്, ബേസ്മെൻ്റ് ഒരു സൂപ്പർ സ്ട്രക്ചർ, തറ ഒരു സൂപ്പർ സ്ട്രക്ചർ കമ്പോണൻ്റ് ആണ്. അതിൻ്റെ മുകളിൽ വരുന്ന ഫ്ലോറ്, വാള് പറഞ്ഞു കഴിഞ്ഞാൽ ചുമര്, സ്റ്റെയേഴ്സ്, സീലിങ്, അതുപോലെ തന്നെ എല്ലാ വാളും, വിൻഡോ, ഡോറ്, ഇതൊക്കെ, പിന്നെ റൂഫ്, പാർട്ടീഷൻ വാളുണ്ടെങ്കിൽ പാർട്ടീഷൻ വാള്. ഒരു ഗ്രൗണ്ട് ലെവലിന് മുകളിലെ ബിൽഡിങ്ങിൽ എന്തൊക്കെ കമ്പോണൻസ് വരുന്നുണ്ടോ, വെൻറ്റിലേറ്റേഴ്സ്, അങ്ങനെ എല്ലാ കമ്പോണൻസും എന്താണ്, ഒരു ബിൽഡിങ്ങിൻ്റെ എല്ലാ കമ്പോണൻസും എന്താണ്, സൂപ്പർ സ്ട്രക്ചർ കമ്പോണൻസ് ആണ്. സബ് സ്ട്രക്ചർ കമ്പോണൻസ് പറയുന്ന ബിൽഡിങ്ങിൻ്റെ താഴെ വരുന്ന ഫൂട്ടിങ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന അത് മാത്രമാണ് സബ് സ്ട്രക്ചർ കമ്പോണൻ്റ് എന്ന് പറയുന്നത്.
ഇതിൽ എഴുതിയിട്ടുണ്ട് എന്താണ് സബ്സ്ട്രക്ചർ, എന്താണ് സൂപ്പർ സ്ട്രക്ചർ എന്നുള്ളത്. ഇനി ബിൽഡിങ്ങിൻ്റെ കമ്പോണൻസിന് എഴുതിയിട്ടുണ്ട് ഫൗണ്ടേഷൻ, പ്ലിന്ത്, വാള്, കോളം ആൻഡ് ബീം. കോളം എന്ന് പറയുന്നത് പില്ലേഴ്സിനെയാണ് കോളം എന്ന് പറയുന്നത്. ബീം പറയുന്നത് നമ്മളെ വാളിൻ്റെ ഇടയിൽ കൂടെ സീലിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഓരോ പാർട്ടീഷൻ്റെ ഇടയിൽ ഇപ്പം 3 മീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബീം കൊടുക്കണം. അതാണ് ബീം പറയണത്. ഫ്ലോറ്, ഡോർ ആൻഡ് വിൻഡോ. ഡോറും വിൻഡോയും ഓപ്പണിങ്സ് ആണ്. നമുക്കിപ്പം ഡോറ് പറയണത് ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്കുള്ള ആക്സസിന് വേണ്ടിയിട്ടും പുറത്തു നിന്ന് അകത്തേക്കുള്ള എൻട്രിക്ക് വേണ്ടിയിട്ടുമൊക്കെയാണ് ഡോറ് കൊടുക്കുന്നത്. വിൻഡോസ് അതുപോലെ തന്നെ വെൻറ്റിലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം ലൈറ്റിങ്ങിനും അതുപോലെ തന്നെ മാക്സിമം എയർ സർക്കുലേഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിൻഡോയും അതുപോലെ തന്നെ ഡോർസും വെൻറ്റിലേറ്റേഴ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. സ്റ്റെയർ ആൻഡ് ലിഫ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട്, ഒരു ആക്സസിന് വേണ്ടിയിട്ടാണ്, നമ്മൾ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് സ്റ്റെയറും ലിഫ്റ്റൊക്കെ കൊടുക്കുന്നത്. റൂഫ് പറഞ്ഞാൽ ഷെൽട്ടറിന് വേണ്ടിയിട്ടാണ് റൂഫ് കൊടുക്കുന്നത്. ലിൻഡൽ ആൻഡ് ആർച്ചസ്. ലിൻഡലും ആർച്ചസ് പറഞ്ഞാൽ നമ്മൾ 210 ഹൈറ്റിൽ, ഇപ്പോൾ ഡോറൊക്കെ വരുന്നതിൻ്റെ 210 ഹൈറ്റിൽ അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അതിൻ്റെ മുകളിൽ കൊടുക്കുന്നതാണ് ഈ ലിൻഡൽ അല്ലെങ്കിൽ ആർച്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബിൽഡിംഗ് ഫിനിഷസ് പറയുന്നത് പ്ലാസ്റ്ററിങ്ങും പോയിൻറ്റിങ്ങും. പ്ലാസ്റ്ററിംഗ് എന്ന് പറയുന്നത് തേക്കുന്നതിനെയാണ്, കംപ്ലീറ്റ്ലി ഫിനിഷായി തേക്കുന്നതിനെയാണ് പ്ലാസ്റ്ററിംഗ് എന്ന് പറയുക. അതുപോലെ തന്നെ പോയിൻറ്റിംഗ് എന്ന് പറയുന്നത് നമ്മളെ ഗ്യാപ്സ് എല്ലാം ഇപ്പം 2 ബ്രിക്കിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ 2 ലാറ്ററൈറ്റിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഗ്യാപ്പ് നമ്മൾ സാൻഡ് മോട്ടാർ വെച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്യും. ആ ഫില്ലിങ് ചെയ്യുന്നതിനെയാണ് പോയിൻറ്റിംഗ് എന്ന് പറയുക. ബിൽഡിംഗ് സർവീസസിൽ പ്ലംബിങ്, ഇലക്ട്രിക്കൽ, വാട്ടർ സാനിറ്റേഷനൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫൗണ്ടേഷൻ. എന്താണ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്? ആദ്യം നമ്മൾ സോയിൽ എക്സ്കവേറ്റ് ചെയ്യും, മണ്ണ് എക്സ്കവേറ്റ് ചെയ്ത് കുഴിച്ച് കളഞ്ഞിട്ട് അവിടെയാണ് നമ്മൾ ഫൗണ്ടേഷൻ കെട്ടുന്നത്. ഓക്കെ, ഇനി ഓരോ ടൈപ്പ് ഫൗണ്ടേഷനിൽ PCC ഉണ്ടാവും. PCC പറഞ്ഞാൽ പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ്. ഏറ്റവും ബോട്ടത്തിലൊരു ലെയർ PCC പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റിൻ്റെ ലെയർ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യും, ഫൗണ്ടേഷൻ കെട്ടും. അതിൻ്റെ മുകളിൽ ബേസ്മെൻറ്റ് വരും. അതിൻ്റെ മുകളിൽ പിന്നെ ഫ്ലോറ്, വാൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് ചെയ്യുക. ഏറ്റവും ടോപ്പ് പാരപ്പറ്റ് വരെ എത്തും. ഇതാണ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കമ്പോണൻറ്റ് എന്ന് പറയുന്നത് പ്ലിന്താണ്. പ്ലിന്ത് അല്ലെങ്കിൽ ബേസ്മെൻറ്റ് എന്ന് പറയും. ബേസ്മെൻറ്റ് പറയുന്നത് അല്ലെങ്കിൽ പ്ലിന്ത് എന്ന് പറഞ്ഞാലും തറ എന്നുള്ളതിനെയാണ് നമ്മൾ പ്ലിന്ത് അറിയുക. ഡിവൈഡിങ് ലൈൻ ബിറ്റ്വീൻ സബ്സ്ട്രക്ചർ ആൻഡ് സൂപ്പർ സ്ട്രക്ചർ. സൂപ്പർ സ്ട്രക്ചറിൻ്റെയും സബ്സ്ട്രക്ചറിൻ്റെയും ഇടയിലുള്ള ആ ഒരു ലൈൻ, ഇതിനെ ഡിവൈഡ് ചെയ്യാനുള്ള ആ ഒരു ലൈനാണ് ഈ പ്ലിന്ത് എന്ന് പറയുന്നത്. ലോവസ്റ്റ് പാർട്ട് ഓഫ് സൂപ്പർ സ്ട്രക്ചർ. ഒരു സൂപ്പർ സ്ട്രക്ചറിൻ്റെ ഏറ്റവും അടിയിൽ വരുന്ന പാർട്ടാണ് പ്ലിന്ത് പറയണത്. എബോവ് ഗ്രൗണ്ട് ലെവലിന് മുകളിലേക്കും വരുന്ന ഭാഗമാണ്. 30 to 75 സെൻറ്റിമീറ്റർ ഇൻ ഹൈറ്റ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി ലൊക്കാലിറ്റി ആൻഡ് സോയിൽ ടൈപ്പ്. നമ്മൾ കോമൺലി നമ്മളെ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനൊക്കെ ബേസ്മെൻറ്റ് പറയുന്നത് 45 സെൻറ്റിമീറ്റർ ആണ്. 30 to 75 സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിൽ കൊടുക്കും. അത് ഓരോ സോയിലിൻ്റെ ടൈപ്പ്, ഇപ്പോൾ ചതുപ്പ് നിലങ്ങൾ അങ്ങനെ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്ലിന്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ബേസ്മെൻറ്റ് കൊടുക്കുന്നത്. നമ്മൾ കോമൺലി റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന് 45 സെൻറ്റിമീറ്ററാണ് എപ്പോഴും ചൂസ് ചെയ്യുക ബേസ്മെൻറ്റ് പറയുന്നത്. ദെൻ DPC ഈസ് പ്രൊവൈഡഡ് അറ്റ് പ്ലിന്ത് ലെവൽ ടു പ്രിവെൻറ്റ് മോയ്സ്ചർ കണ്ടന്റ്. നമ്മൾ ഈ ബേസ്മെൻറ്റിൻ്റെ മുകളിൽ ചെറിയൊരു തിക്നെസ്സിൽ DPC കൊടുക്കും. ചില ഇടങ്ങളിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്ന ഏരിയയിൽ, അതുപോലെ ചതുപ്പ് നിറഞ്ഞ പ്രദേശങ്ങളൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് മോയ്സ്ചർ, ഈർപ്പം കയറും. ഈർപ്പം നിറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചുമരൊക്കെ പൊളിഞ്ഞ് പോരാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡാം പ്രൂഫ് ലെയർ നമ്മൾ എന്ത് ചെയ്യും, ബേസ്മെൻറ്റിൻ്റെ മുകളിലൂടെ ഒരു ലെയറായിട്ട് കൊടുക്കും ചെറിയൊരു തിക്നെസ്സിൽ. ഓക്കെ, അതാണ് ഡാം പ്രൂഫിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കമ്പോണൻറ്റ് എന്ന് പറയുന്നത് വാൾസ് ആണ്. പ്ലിന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് കമ്പോണൻറ്റ് പറയുന്നത് വാളാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ റെഡ് കളറിൽ വരച്ചത് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. ഏറ്റവും ബോട്ടത്തിൽ കാണിച്ചിട്ടുള്ളത് നമ്മളെ ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ ഇവിടെ സ്റ്റെപ്പ്ഡ് ഫൂട്ടിംഗ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും താഴെ ഇവിടെ ഒരു സിമെൻറ്റ് കോൺക്രീറ്റ് ലെയർ ഉണ്ട്. അതിൻ്റെ മുകളിലേക്കാണ് ആ റെഡ് സ്റ്റെപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫൗണ്ടേഷനാണ്. ഏറ്റവും താഴെ PCC ആണ്. ദെൻ ഫൗണ്ടേഷൻ ഉണ്ട്. ഗ്രൗണ്ട് ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്, പ്ലിന്താണ്. നമ്മളെ ബേസ്മെൻ്റ് ആണ് പിന്നുള്ള ആ റെഡ് എന്ന് പറയുന്നത്. അതിനുശേഷം പ്ലിന്ത് ലെവൽ, അതാണ് പ്ലിന്ത് ലെവൽ ടോപ്പ്. പ്ലിന്തിൻ്റെ ബേസ്മെൻറ്റിൻ്റെ ടോപ്പിനെയാണ് പ്ലിന്ത് ലെവൽ എന്ന് പറയുന്നത്. പ്ലിന്ത് ലെവലിൻ്റെ മുകളിലേക്ക് പിന്നെ ഉള്ളതാണ് വാൾ എന്ന് പറയുന്നത്. വാൾ 2 ടൈപ്പിലുണ്ട്. ലോഡ് ബിയറിംഗ് വാളും ഉണ്ട്, നോൺ ലോഡ് ബിയറിംഗ് വാളും ഉണ്ട്. ലോഡ് ബിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു ബിൽഡിങ്ങിലേക്ക് വരുന്ന ലോഡ് അത് വാളിലൂടെ ഫൗണ്ടേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, ഫൗണ്ടേഷൻ സോയിലിലേക്ക് എത്തിക്കുക. അങ്ങനെയുള്ള ലോഡ് ക്യാരി ചെയ്യുന്ന വാളാണ് ലോഡ് ബിയറിംഗ് വാൾ പറയുന്നത്. നോൺ ലോഡ് ബിയറിംഗ് വാൾ പറഞ്ഞാൽ പാർട്ടീഷൻ വാൾ, പകുതിയിലൊക്കെ കൊടുക്കുന്ന വാൾ. ഇപ്പോൾ 3 മീറ്ററുള്ള വാളിലാണ് ഇപ്പോൾ നമ്മൾ സ്ലാബ് വന്ന് മുട്ടി നിൽക്കുക. അപ്പോൾ ആ 3 മീറ്റർ വാളിലേക്ക് വരുന്ന ലോഡൊക്കെ ആ 3 മീറ്ററിൻ്റെ വാളിൽ കൂടെ തന്നെയാണ് ട്രാൻസ്ഫർ ആവുക. നേരെ മറിച്ച് 2 മീറ്റർ ചുമരുമ്പോൾ തട്ടാതെ നിൽക്കണ്ടാവും. ഇപ്പോൾ ബാത്റൂമിനൊക്കെ ചില സ്ഥലങ്ങളിൽ പകുതി ഹൈറ്റിലാവും വാൾ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതിലേക്ക് എന്തെങ്കിലും ലോഡ് ക്യാരി, അതിനെയാണ് നോൺ ലോഡ് ബിയറിംഗ് വാൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത്
നെക്സ്റ്റ് കോളംസ് ഉണ്ട്, അതുപോലെ തന്നെ ബീംസ് ഉണ്ട്. അവിടെ RCC കോളം എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. സ്റ്റീൽ കോളം ഉണ്ട്, വുഡ് കോളം ഉണ്ട്. വുഡിൻ്റെ കോളം പില്ലർ കൊടുക്കും, സ്റ്റീലിൻ്റെ പില്ലർ കൊടുക്കും, കോൺക്രീറ്റിൻ്റെ പില്ലറും കൊടുക്കും. അതുപോലെ തന്നെ ബീം പറയുന്നത് ഈ കോളത്തിനൊക്കെ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ പോകുന്ന കാണാം ബീം, അതിനെയാണ് ബീം എന്ന് പറയുക. ദ മേസൺറി സ്ട്രക്ചർ പ്രൊവൈഡഡ് എബോവ് ദ പ്ലിന്തിന് മുകളിൽ വരുന്ന സ്ട്രക്ചറാണ്. 2 ടൈപ്പ് ഉണ്ട്, ലോഡ് ബിയറിംഗ് ഉണ്ട്, നോൺ ലോഡ് ബിയറിംഗ് ഉണ്ട്. നേരത്തെ കോളം RCC കോളം ഉണ്ട്, സ്റ്റീൽ കോളം ഉണ്ട്, ടിമ്പർ ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ടാണ് കോളം എന്ന് പറയുന്നത് പില്ലർ തന്നെയാണ്. ഇനിയിപ്പോൾ ബീം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സ്ലാബിൻ്റെ ബോട്ടത്തിലാണ് ബീം കാണുക, അല്ലെങ്കിൽ ഓരോ പില്ലേഴ്സിനെ കണക്ട് ചെയ്തിട്ടാണ് ബീം പോവുക. ബീം പറയുന്നത് ഇതിൻ്റെ മുകളിൽ വരുന്ന ലോഡ് ക്യാരി ചെയ്യാൻ. ഇപ്പം സ്ലാബ് ഉണ്ടെങ്കിൽ സ്ലാബിൽ നിന്ന് ലോഡ് ബീമിലേക്കാണ് പോവുക, ബീമിൽ നിന്ന് ലോഡ് കോളത്തിലേക്കാണ് വരിക, കോളത്തിലേക്കും വാൾസിലേക്കുമാണ് വരിക. ആ വാൾസിൽ നിന്ന് താഴെ ബേസ്മെൻറ്റിലേക്ക് പോകും, ബേസ്മെൻറ്റിൽ നിന്ന് ഫൗണ്ടേഷനിൽ നിന്ന് സോയിൽ. ഇങ്ങനെയാണ് ലോഡ് ട്രാൻസ്ഫറിങ് വരിക എപ്പോഴും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ബീം പറഞ്ഞാൽ ഒരു 3 മീറ്റർ സ്പാൻ അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യണം, ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഒരു ബീം കൊടുക്കണം. അതുപോലെ തന്നെ കോളം എന്ന് പറയുന്നത് റൂം സ്പേസിനൊക്കെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോളംസ് കൊടുക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഫ്ലോറാണ്. ഫ്ലോർ പറയുന്നത് ബിൽഡിങ്ങിനെ ഡിഫറെൻറ്റ് ലെവലായിട്ട്, ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോർ, ഗ്രൗണ്ട് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, അങ്ങനെ ഓരോ ലെവലായിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലോർസ് കൊടുക്കുന്നത്. കൊടുക്കുന്ന ഫ്ലോർസിനനുസരിച്ചിട്ടാണ് നമ്മൾ എത്ര ഫ്ലോർ ഉണ്ട് എന്നുള്ളത് പറയുന്നത്. ഓക്കെ, അതാണ് 5th കമ്പോണൻറ്റ് എന്ന് പറയുന്നത്. 6th, 7th, 8th എന്ന് പറയുന്നത് നമ്മളെ ഇതിനിടയിൽ ഡോറുണ്ട്, വിൻഡോസ് ഉണ്ട്, വെൻറ്റിലേറ്റേഴ്സ് ഉണ്ട്, ആക്സസിനൊക്കെ വേണ്ടിയിട്ട് കൊടുക്കുന്ന കമ്പോണൻസ് ആണ്. അതാണ്, അതിനെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ദെൻ 9th എന്ന് പറയുന്നത് സ്റ്റെയർ ആൻഡ് ലിഫ്റ്റ്. സ്റ്റെയറും ലിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫ്ലോറിൽ നിന്ന് മറ്റൊരു ഫ്ലോറിലേക്കുള്ളൊരു ആക്സസ് ആയിട്ടാണ് സ്റ്റെയറും ലിഫ്റ്റും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റൂഫാണ്. ഇറ്റ് ഈസ് ദ അപ്പർ മോസ്റ്റ് കമ്പോണൻറ്റ്, ഏറ്റവും ടോപ്പിലുള്ള കമ്പോണൻ്റാണ് റൂഫ് എന്ന് പറയുന്നത്. ആൻഡ് ദ മെയിൻ ഫങ്ഷൻ ഈസ് ടു കവർ ദ സ്പേസ് ബിലോ. അതിൻ്റെ താഴെയുള്ള, ഇപ്പം റൂഫിന് താഴെയുള്ള സ്പേസ് കംപ്ലീറ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സണ്ണിൽ നിന്ന് റെയിനിൽ നിന്ന് ഒക്കെ ഉള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റൂഫ് കൊടുക്കുന്നത്. ഈ റൂഫിന് മുകളിൽ പിന്നെ ഭംഗിക്ക് വേണ്ടിയിട്ടാണ്, ഇപ്പം ഫ്ലാറ്റ് റൂഫ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പാരപ്പറ്റൊക്കെ പ്രൊവൈഡ് ചെയ്യും, അത് കൊടുക്കുന്നത്. അല്ല സ്ലോപ്പ് റൂഫ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ റൂഫ് എന്ന് പറയുന്നത് കൊടുക്കുന്നത്. ദെൻ ബിൽഡിംഗ് ഫിനിഷസ് പറയുന്നത് വൈറ്റ് വാഷിംഗ് ഉണ്ട്, പ്ലാസ്റ്ററിങ് ഉണ്ട്, കളർ വാഷിംഗ് ഉണ്ട്, പോയിൻറ്റിങ് ഉണ്ട്, പെയിൻറ്റിങ്. അതായത് പ്ലാസ്റ്ററിങ് എന്ന് പറഞ്ഞാൽ തേക്കുക, വൈറ്റ് വാഷിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതുപോലെ തന്നെ പെയിൻറ്റിങ് ചെയ്യുക, അതൊക്കെ എന്താണ് ഫിനിഷിങ്. ലാസ്റ്റ് എല്ലാ വർക്കും ചെയ്തിട്ട് ബിൽഡിംഗ് ഫിനിഷ് ചെയ്യും. ഒരു ബിൽഡിങ് ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ്, ഇൻകംപ്ലീറ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, അതാണ് ബിൽഡിംഗ് ഫിനിഷസും കൂടി ഒരു കമ്പോണൻ്റ് ആയിട്ട് പറയും. പിന്നെ നെക്സ്റ്റ് വേണ്ടത് നമ്മളെ വാട്ടർ സാനിറ്ററി ഫീച്ചേഴ്സൊക്കെയാണ് വേണ്ടത്. ഇതാണ് ഇനിയിപ്പോൾ ഡോർസിൻ്റെ ഓപ്പണിംഗ് ഡോർസിൻ്റെയൊക്കെ ഓരോ സിമ്പിൾ, ഓരോ ഡോറും എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക എന്നുള്ളതിൻ്റെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞു, ഒരു പാസേജിൽ നിന്ന് മറ്റൊരു പാസേജിലേക്ക്, അല്ലെങ്കിൽ റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്കുള്ള എൻട്രിയാണ് ഡോറ്. അപ്പോൾ ആ ഡോറിൻ്റെ ഓരോന്നിൻ്റെയും സൈൻസ് ആൻഡ് സിമ്പിൾസാണ്. ഇതാണ് നിങ്ങൾക്ക് വരയ്ക്കാനുള്ളത് ഞാൻ PDF ആയിട്ട് അയച്ചു തരാം. ഇതല്ല വരയ്ക്കേണ്ടത്, അതിൽ കറക്റ്റ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഡോർസിൻ്റെ ഓരോ ഡോറിനെ എങ്ങനെ മാർക്ക് ചെയ്യണു, ഓരോ വിൻഡോസിനെ എങ്ങനെ മാർക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഓരോ വാട്ടർ സാനിറ്ററി ഫീച്ചേഴ്സ്, ഇപ്പോൾ പ്ലംബിംഗ് വർക്ക്സ് എങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഒരു മെറ്റീരിയൽ, ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൽ വുഡ് മെറ്റീരിയൽ കൊടുക്കുകയാണ്, ആ വുഡ് മെറ്റീരിയൽ നമ്മൾ എങ്ങനെയാണ് പ്ലാനിൽ വരയ്ക്കുന്നത്, അല്ലെങ്കിൽ കോൺക്രീറ്റ് എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഓരോ മെറ്റീരിയൽസിനെയും അതുപോലെ തന്നെ ഓരോ ഡോറ് വിൻഡോ കമ്പോണൻസിൻ്റെയും സ്കെച്ചാണ് നിങ്ങൾക്ക് വരയ്ക്കാനുള്ളത്. ഓക്കെ, ഇന്നത്തെ വർക്ക് എന്ന് പറയുന്നതും നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ നോട്ട്സ് എഴുതിയെടുക്കുക. അതിനുശേഷം ഞാൻ തരുന്ന 2 PDF ഉണ്ടാവും. മെറ്റീരിയൽസിനെ എങ്ങനെയാണ് ഏതൊക്കെ സൈനിലാണ് ഡിനോട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഡോറ്, വിൻഡോ, വാട്ടർ സാനിറ്ററി ഫീച്ചേഴ്സിനൊക്കെ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് എന്നുള്ള 2 സ്കെച്ചാണ് വരയ്ക്കാണ്ടാവുക. അതും നോട്ട്സ് എഴുതിയിട്ട് നോട്ട്സ് എനിക്ക് സബ്മിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഡ്രോയിങ്സ് ഞാൻ പറഞ്ഞിട്ടുള്ള പകുതി പേര് എനിക്കും ബാക്കി പകുതി സാബിത് സാറിനും സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, ഇത് ഡ്രോയിങ് ഷീറ്റിൻ്റെ ലേഔട്ട്. ഒരു ഡ്രോയിങ് ഷീറ്റിൽ എവിടെയാണ് ടൈറ്റിൽ ബ്ലോക്ക് വരേണ്ടത്, എന്തൊക്കെയാണ് ടൈറ്റിൽ ബ്ലോക്കിൽ വരേണ്ടത് എന്നുള്ളതാണ് കാണിച്ചിട്ടുള്ളത്. ഇത് നോക്കിയിട്ട് ടൈറ്റിൽ ബ്ലോക്കൊക്കെ അതുപോലെ തന്നെ വരയ്ക്കുക. ഡ്രോയിങ്ങിൻ്റെ പേര്, സ്റ്റുഡൻറ്റ്, റോൾ നമ്പർ, ക്ലാസ്, നെയിം ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്കെയിൽ, ഡ്രോയിങ് നമ്പർ, ഡേറ്റ്. ഓക്കെ.